ഗസയിലെ ഇസ്രയേൽ ക്രൂരതയുടെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ലോകത്തുടനീളം ഫലസ്തീൻ അനുകൂല റാലികളിൽ പങ്കെടുത്തത് നിരവധി പേരാണ്. യൂറോപ്യൻ നഗരങ്ങളിലും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമായി സംഘടിപ്പിച്ച ഫലസ്തീൻ അനുകൂല റാലികളിൽ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുത്തതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങൾ എത്തിക്കഴിഞ്ഞു. അവർ തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധം ചെയ്യുന്ന അല്ലെങ്കിൽ റാലികളിലേക്ക് പങ്കെടുക്കുന്ന ഒരു സാഹചര്യമായി കഴിഞ്ഞു. റോമിൽ നടന്ന റാലിയിൽ ഗസയിൽ വെടിനിർത്തൽ ആവശ്യമുന്നയിച്ച് നിരവധി പേരാണ് അണിനിരന്നത്. ഈ ഫലസ്തീൻ അനുകൂലിച്ച് കറുത്ത വസ്ത്രം ധരിച്ചും മുഖം മറച്ചും ബോട്ടിലുകളിലും പേപ്പറുകളിലും ബോംബിന് സമാനമായി പോലീസിന് നേരെ വലിച്ചെറിഞ്ഞതുമാണ് നഗരത്തിൽ പ്രതിഷേധക്കാർ നടത്തിയ പ്രകടനം എന്ന് പറയുന്നത്. എന്നാൽ സുരക്ഷാ മുൻകരുതലിനെ തുടർന്ന് അധികൃതർ പ്രതിഷേധക്കാരെ തടഞ്ഞു. ഈ ഫലസ്തീൻ സ്വാതന്ത്ര്യം, ലെബനൻ സ്വാതന്ത്ര്യം എന്നീ മുദ്രാവാക്യങ്ങളുമായി ഫലസ്തീൻ പതാക ഏന്തിയായിരുന്നു പ്രകടനം എന്ന് പറയുന്നത്. ലണ്ടനിൽ റസൽ സ്ക്വയറിൽ നടന്ന പ്രതിഷേധത്തിലും ആയിരങ്ങൾ ഒത്തുകൂടി. ഇതാണ് കാണാൻ കഴിയുന്നത്. അതായത് ഇസ്രയേലിനെതിരെ ജനങ്ങളെല്ലാം അന്താരാഷ്ട്ര അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലുമുള്ള ജനങ്ങൾ ഇസ്രയേലിനോട് തിരിഞ്ഞ് ഇനി ഫലസ്തീൻ അനുകൂലങ്ങളായിട്ട് മാറിക്കഴിഞ്ഞ ഒരു സാഹചര്യമാണ് ഈ റാലിയിലൂടെ കാണുന്നതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വ്യക്തമാകുന്നതും. ബോർഗ്ലോസ് ബാങ്കും ബ്രിട്ടീഷ് മ്യൂസിയവും ഉൾപ്പെടെ ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചിരുന്നു. അതേസമയം ഇതെല്ലാം നടക്കുമ്പോൾ ഫലസ്തീൻ അനുകൂലികളും ഇസ്രയേൽ പക്ഷക്കാരും തമ്മിൽ പ്രദേശത്ത് തർക്കമുണ്ടായതായും സംഘർഷ സാധ്യത കണക്കിലെടുത്ത് നിരവധി പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതായും മാധ്യമമായ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു മുമ്പ് നമുക്കറിയാം ഈ ഒരു പ്രതിഷേധം ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അതായത് സർവകലാശാലകളില് കാനഡ പോലുള്ള രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും എല്ലാം അവിടുത്തെ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ ഈ ഫലസ്തീൻ അനുകൂലമായിട്ട് പ്രതിഷേധത്തിന് തെരുവിലിറങ്ങി പിന്നീട് അവിടെ ടെൻഡറുകൾ സ്ഥാപിച്ച് അവർ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടത്തുന്നു. ഇവരെ എല്ലാം പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരുടെ എല്ലാം ആവശ്യം ഒന്ന് തന്നെയായിരുന്നു, അതായത് ഫലസ്തീനെ വെറുതെ വിടൂ, ഇസ്രായേലിന്റെ ഈ ക്രൂരതയോട് നിങ്ങൾ പ്രതികരിക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു രാജിവെച്ച് മാറും. ഇത് മാത്രമല്ല, ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മറ്റുള്ള രാജ്യങ്ങളിലെ കാര്യങ്ങളാണെങ്കിൽ പോലും ഇസ്രയേലിനകത്തൊരു സംഭവം നടക്കുന്നുണ്ട്. അതായത് ഇസ്രയേലിന്റെ അകത്തുള്ള ജനങ്ങൾ പോലും ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തീരുമാനങ്ങളോട് യോജിക്കാത്ത ഒരു പക്ഷം കാണുന്നുണ്ട്. കാരണം ഇസ്രയേലും ഇതേമാതിരി ഒരു ഫലസ്തീൻ അനുകൂലമായിട്ടുള്ള ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. അതായത് ഈ ഇസ്രയേൽ ചെയ്യുന്ന ക്രൂരതകൾക്ക് ബലി ആകുന്നത് ഒരുപക്ഷെ ഞങ്ങളായിരിക്കും. ഞങ്ങളുടെ ജീവന് നിങ്ങൾ ഇങ്ങനെ ബലിയിടരുത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഒരു നേതാവിനെ വേണ്ട, അല്ലെങ്കിൽ ഈ ഒരു പ്രസിഡന്റിനെ വേണ്ട എന്ന രീതിയിൽ ഇസ്രയേലിനകത്തും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം നടക്കുന്നുണ്ട്. ജർമ്മൻ നഗരമായ ഹർബർഗനിൽ നടന്ന ഒരു പ്രകടനത്തിൽ വംശഹത്യ അവസാനിപ്പിക്കണമെന്ന മുദ്രാവാക്യം ഉയർത്തി ഫലസ്തീൻ ലെബനൻ പതാകയുമായാണ് ഈ പ്രതിഷേധക്കാർ തെരുവിലിറങ്ങുന്നത്. ഈ പാരീസിൽ സമാധാനപരമായ പ്രതിഷേധമാണ് അവിടെ നടക്കുന്നത്. വാഷിംഗ്ടൺ, ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയർ, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ്, സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ഫിലിപ്പൈൻസ് എന്നിവിടങ്ങളിലും ഫലസ്തീൻ അനുകൂല റാലികൾ നടക്കുന്നതായിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നടക്കുമ്പോൾ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത പ്രതിരോധവും അതിജീവനമാണ് ഒരു വർഷമായി ഗസ കാഴ്ചവെക്കുന്നത്. ഈ ലോക ശക്തികളുടെ പിന്തുണയോടെ ഇസ്രയേൽ കൊടും ഭീകരത നടപ്പാക്കിയപ്പോഴും ഗസ കീഴടങ്ങിയില്ല. ഹമാസിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ ബന്ദികളെ ജീവനോടെ മോചിപ്പിക്കുക തുടങ്ങിയ നെതന്യാഹുവിന്റെ ലക്ഷ്യങ്ങളൊന്നും ഒരു വർഷമായിട്ടും നേടാനായിട്ടില്ല. 45,000 ബോംബുകളാണ് ഒരു വർഷത്തിനിടെ ഇസ്രയേൽ ഗസയിലേക്ക് വർഷിച്ചത്. വെറും 326 ചതുരശ്ര കിലോമീറ്റർ, 23 ലക്ഷം മനുഷ്യർ ജീവിക്കുന്ന ഇടത്തേക്കാണ് ഈ ഒരു ബോംബുകൾ വർഷിച്ചത്. അതും വലിയൊരു സംഭവം തന്നെയായിരുന്നു. ലോകത്തെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഇടങ്ങളിലൊന്നാണ് ഗസ എന്ന് പറയുന്നത്. 4 പാടും അടച്ചിട്ട് രക്തത്തിൽ മുങ്ങിയിട്ടും ഗസയുടെ ഒരു ചെറുത്തുനിൽപ്പ് ഒരിക്കലും ഇസ്രയേലിനെ തളർത്താനായില്ല. നമുക്ക് ചില മാപ്പുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ച വീഡിയോയിൽ നിന്ന് മനസ്സിലാവും. ഈ ഗസയുടെ 4 ചുറ്റും ബോംബുകൾ വർഷിച്ചു. അവിടുത്തെ കെട്ടിടങ്ങളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി. അവിടുത്തെ കുഞ്ഞുങ്ങൾ പോലും ഇല്ലാതായി. ആശുപത്രികളിലേക്ക് വലിയ രീതിയിലുള്ള ഈ ആക്രമണങ്ങൾ നടത്തുന്നു. എന്നിട്ട് പോലും ഈ ഒരു ഇത്രയും ഭാഗത്തെ ജനങ്ങളെ തീർത്ത്, അല്ലെങ്കിൽ അവിടുത്തെ നേതാക്കളെ തീർത്തിട്ട് പോലും ഇസ്രയേലിന് അവിടെ ഒരു വിജയം കണ്ടെത്താൻ ഈ ഒരു വർഷക്കാലം സാധിച്ചിട്ടില്ല. ഈ ഹമാസ് സേനയും സാധാരണ ജനങ്ങളും പിറന്ന നാടിന്റെ മോചനത്തിനായി വിരോചിതം പൊരുതി എന്ന് വേണം പറയാൻ. ഇസ്രയേലിന്റെ ചാരക്കണ്ണുകളെ വെട്ടിച്ച് ഹമാസിന്റെ റോക്കറ്റുകൾ ഇസ്രയേലും പതിച്ചുകൊണ്ടിരുന്നു. ഗസയെ പൂർണ്ണമായി പിടിച്ചെടുക്കാൻ ഗസയിലേക്ക് കടന്നു വന്ന ഇസ്രയേൽ കരസേന ഫലസ്തീൻ ചെറുത്തുനിൽപ്പിന്റെ ശക്തിയായി എന്നറിഞ്ഞിരുന്നു. 300-ലേറെ സൈനികരുടെ മൃതദേഹമാണ് ഗസയിൽ നിന്ന് ഉണ്ടായിരുന്നത്. തെൽ അവീവിൽ എത്തിയതും അതേ തന്നെയായിരുന്നു. ആയിരക്കണക്കിന് സൈനികർക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അത്യാധുനികമായ മെർക്കാവ ടാങ്കുകൾ വരെ ഹമാസിന്റെ ആക്രമണത്തിൽ തകർന്ന് തരിപ്പണമായിരുന്നു. 50 ദിവസത്തിലധികം രൂക്ഷമായ ആക്രമണം
ആക്രമണം നടത്തിയ ശേഷം ഗസ സിറ്റിയെയും ഹമാസിനെയും അവിടെ തകർത്തെന്നായിരുന്നു ഇസ്രയേലിന്റെ വാദം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു വർഷം കഴിയുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഈ വാദത്തിൽ കഴമ്പില്ല എന്നുള്ളതാണ്. കാരണം ഇത്രയേറെ ചെറിയൊരു രാജ്യം, അല്ലെങ്കിൽ ഇത്രയേറെ സൈനിക ശേഷി ഇല്ലാത്തൊരു രാജ്യം, അല്ലെങ്കിൽ നേതാക്കളെല്ലാം കൊന്നൊടുക്കുന്നു, എന്നിട്ട് പോലും ഇസ്രയേലിന് ജയിക്കാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് അത് ഹമാസിന്റെ ഒരു വിജയം തന്നെയാണ്. പക്ഷെ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായപ്പോൾ ഗസ സിറ്റിയിൽ ഹമാസ് പോരാളികളെ അല്ലെങ്കിൽ ബന്ദി മോചിപ്പിക്കാനായി ദൃശ്യങ്ങൾ കണ്ട് ലോകം അമ്പരന്ന് തുടർന്നിരുന്നു. അതായത് ഖാൻ യൂനിസ്, റഫ ഇവിടങ്ങളിലുമെല്ലാം കടന്നു കയറി ഹമാസിന്റെ ശേഷി തകർത്തെന്നായിരുന്നു ഇസ്രയേൽ ആദ്യം പ്രചരിപ്പിച്ചത്. പക്ഷേ പിന്നീട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഹമാസിന്റെ ശക്തിക്ക് ഒരു പോറിലും ഏറ്റിട്ടില്ല എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഹമാസിന്റെ നുരങ്ക ശൃംഖല തകർക്കാനും ബന്ദികളെ കണ്ടെത്താനുമുള്ള ഇസ്രയേൽ പദ്ധതികൾ ഒന്നൊന്നായിട്ട് പാളുന്ന ഒരു സാഹചര്യമായിരുന്നു. ഗസ ജനതയെ ഹമാസിനെതിരെ ഇളക്കിവിടാനുള്ള ശ്രമം ഉണ്ടായെങ്കിലും അതും നടന്നിരുന്നില്ല. അവർ ഹമാസിനൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു. വെള്ളവും ഭക്ഷണവും വസ്ത്രവും കിട്ടാത്തപ്പോഴും അവർ അതിജീവനത്തിന്റെ മറുവഴി തേടുകയായിരുന്നു. പഴയകാല അടുപ്പിലേക്ക് മാറിയും കാട്ടുചെടികൾ തിന്നും വേവിച്ചും അവർ ജീവിത പോരാട്ടം തുടർന്നു.